ചർമ്മബന്ധിതമായ കൈകാലുകൾ ചിറകുകളാക്കി വർദ്ധിക്കുന്ന രോമാവൃതമായ സസ്തനികളാണ് വവ്വാലുകൾ. അതിശൈത്യ മേഖലകളിലും തീരവരണ്ട മരുഭൂമികളിലുമൊഴികെ ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും വവ്വാലുകൾ ജീവിക്കുന്നു. ചർമ്മബന്ധിതമായ കൈകാലുകൾ ഗഗനസഞ്ചാരത്തിന് യോജിച്ചതാണെങ്കിലും അവ മുൻകൈകളെ മറ്റു കാര്യങ്ങളിൽ നിഷ്പ്രയോജനമാക്കിയിരിക്കുന്നു. പക്ഷികളെപ്പോലെ നിലത്തുനിന്ന് പെട്ടെന്ന് പറക്കാൻ വവ്വാലുകൾക്ക് സാധിക്കാറില്ല. ആയതിനാൽ പെട്ടെന്ന് പറന്നുയരാനും ഒരു ജില്ലയിൽ നിന്നും മറ്റൊന്നിലേക്ക് നീങ്ങുവാനും ഈ തൂങ്ങിക്കിടപ്പ് സഹായിക്കുന്നു. തോപ്രാംകുടിയിൽ ഇടിയാങ്കുന്നേൽ ജോസിന്റെ പുരയിടത്തിലേക്ക് കാൽ വെച്ചാൽ മതി, ആകാശത്തു നിന്നും ഭീതിയുയർത്തി കടകട ശബ്ദമുയരും. മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ ചിറകടിച്ച് പറന്നുയരുന്ന ശബ്ദമാണിത്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് കാവിന് സമാനമായ ജോസിന്റെ പുരയിടത്തിലേക്ക് അതിഥിയായി വവ്വാൽ കൂട്ടം എത്തിയത്. ആദ്യം വീടിനു മുന്നിലുള്ള ചേലമരത്തിലായിരുന്നു ഇവറ്റകൾ ചേക്കേറിയത്. പ്രകൃതിയെയും മണ്ണിനെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന ജോസും ഭാര്യ മേഴ്സിയും ഇവരെ വരവേറ്റതോടെ 10,000 പിന്നാലെ എത്തി. ഇപ്പോൾ എണ്ണിയാത്തീരാത്തത്രയും വവ്വാലുകളാണ് ജോസിന്റെ പുരയിടത്തിൽ താമസക്കാരായുള്ളത്. സന്ധ്യയാവുന്നതോടെ തീറ്റ തേടി പോകുന്ന ഇവറ്റകൾ പുലർച്ചെ തിരിച്ചെത്തുന്നു. മഴക്കാലത്ത് മഴയെ പ്രതിരോധിക്കാൻ കൂട്ടം കൂടി ചിറക് വിരിക്കുന്ന ഇവർ വേനലിൽ സദാസമയവും നീളമേറിയ ചിറകുകൾ വീശിക്കൊണ്ടേയിരിക്കുന്നു. വവ്വാലുകളിൽ കുട്ടികൾക്കുള്ള ഭക്ഷണം പുരയിടത്തിലെ മുരിക്കിലയാണ്, മുതിർന്നവർക്ക് പഴങ്ങളും. രാത്രിയിൽ തോക്കുമായെത്തുന്ന വേട്ടക്കാരാണ് ഇവരെ ഭീതിയിലാഴ്ത്തുന്നത്. വെടിയൊച്ച ഒന്ന് കേട്ടാൽ മതി കൂട്ടമായി പറക്കും ഇവറ്റകൾ. കടവാവലുകൾ മാത്രമായുള്ള കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത കാവായിരിക്കുമിത്. നേർത്ത തണുപ്പിന്റെ മൂടുപടം എപ്പോഴുമുള്ള കാവിൽ വവ്വാലുകൾ സംതൃപ്തരാണ്. എന്നാൽ പുറത്തുനിന്നുമെത്തുന്ന കാലൊച്ച കേട്ടാൽ മതി ഇവ വല്ലാതെ കലപില കൂട്ടുകയും ആകാശത്ത് വട്ടമിട്ട് കൂട്ടമായി പറക്കുകയും ചെയ്യും. സൽജി PN, മീഡിയ നെറ്റ് ന്യൂസ്.